രോഹിത്, വെൽക്കം വെൽക്കം. താങ്ക് യു. രോഹിത്തിനെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു യോ ഈ IT കമ്പനീസിലൊക്കെ ഇങ്ങനെ കുറച്ച് യോ ലുക്കിലൊക്കെ വരുന്ന IT പ്രൊഫഷണൽസ് അല്ലേ, ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് ടാഗൊക്കെ ഇട്ട് വരുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നിയോ? ചിലപ്പോ തോന്നുന്നുണ്ടാവും. ഇവരല്ലേ IT വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത്ര ശ്രദ്ധിക്കുന്നുള്ളൂ, നമ്മൾ ഇവന്മാരെയൊക്കെ ആരെ ശ്രദ്ധിക്കുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രോഹിത്. ജനിച്ചത്, വളർന്നത്, കുറച്ച് അധികം വണ്ണം വെച്ചത് എല്ലാം മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം എന്ന് കേൾക്കൊണ്ടാണ് നിങ്ങൾ ഫുട്ബോൾ എവിടെ ജനിച്ചത്? പാലക്കാട്. പാലക്കാട് ഏത് ഭാഗം? എൻ്റെ എല്ലാ ഭാഗവും പാലക്കാട് തന്നെ ജനിച്ചത്. എൻ്റെ ശരിക്കുള്ള പേര്, ഫുൾ പേര് രോഹിത് ബോസ് എന്നാണ്. അപ്പോൾ ഈ രോഹിത് ബോസ് എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും സുഭാഷ് ചന്ദ്രബോസിൻ്റെ അല്ലല്ല, പണ്ട് 6ാം ക്ലാസ്സിൽ സുഭാഷ് ചന്ദ്രബോസിനെ സുബ്ബു എന്ന് വിളിച്ചതിന് ടീച്ചർ ചന്തിക്കിട്ടടിച്ച ആ ഒരു ബന്ധം അല്ലാതെ വേറെ ഒരു ബന്ധമില്ല. ഈ സുഭാഷ് ചന്ദ്രബോസ് അവരുടെയൊക്കെ പേര് 3 ആണല്ലോ. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരിക്കലും ഒരാൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ 4 പേര് പരിപാടിക്ക് പോയി. 4 ആർട്ടിസ്റ്റുകൾ: മനോജ് ഗിന്നസ്, സാജൻ പള്ളുരുത്തി, രമേഷ് പിഷാരടി, പ്രചോദ് കലാഭവൻ. ഇയാളത് പറഞ്ഞ് എട്ടാക്കി. അവിടുത്തെ അനൗൺസർ നാഗർകോവിൽ ഭാഗത്ത് പരിപാടിക്കുക: 8 മണിക്ക് മിമിക്സ് പരേഡ്, രമേഷും പിഷാരടിയും സാജനും പള്ളുരുത്തിയും പ്രചോദും കലാഭവനും മനോജും ഗിന്നസും. ആൾക്കാർ എന്നിട്ട് ചോദിക്കുക ബാക്കിയുള്ള 4 പേര് എവിടെയെന്ന് ഞങ്ങളോട്. നമുക്ക് ആകെ പ്രൊഫൈലുള്ളത് മലയാളികളുടെ 2 പ്രൊഫൈലാണ്. ഒന്ന് ഫേസ്ബുക്കും ഒന്ന് വാട്സപ്പും. ഡയാനയ്ക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? വാട്സപ്പ് ഫേസ്ബുക്ക് ഉണ്ടോ? ഇവർക്കൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് പെൻഷനും അലവൻസും ഒക്കെ ഉണ്ട്. അത്ര ഉപയോഗിക്കുന്നവരതല്ല. പെട്ടെന്ന് ഞാൻ വാട്സപ്പ് ഉണ്ടോ ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു വലിയ നമ്പർ ചോദിച്ചതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വാട്സപ്പിലേക്ക് വന്ന. ഫേസ്ബുക്കും വാട്സപ്പിൻ്റെ ഒക്കെ ഒരു CEO ഉണ്ട്, മാർക്ക് സുക്കർബർഗ്. നമ്മളെ കേരളക്കാരുടെ സുക്കറണ്ണൻ. പുള്ളിക്കാരൻ ഈ അടുത്തായിട്ട് ഒരു അപ്ഡേഷൻ കൊടുത്തു. എന്താണ്? ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം. ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയച്ചൊരു മെസ്സേജ് അയാൾ കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് സംഭവം. ഇപ്പോൾ ഈയിടെ അത് പറഞ്ഞപ്പോൾ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിനൊരു സംഭവം ഉണ്ടായത് ഓർമ്മ വന്നു. അവൻ അവളുടെ ഗേൾ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു, ചക്കരേ എന്നുള്ളത്. പക്ഷെ അത് എത്തിയത് ചരക്കേ. വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ അവൻ വേഗം പോയിട്ട് അത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് അടിച്ചിട്ട് വേഗം പോയിട്ട് അതിൽ 2ാമത് മെസ്സേജ് അടിച്ചു, സോറി മുത്തേ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. ഈ പെണ്ണ് സോറി മുത്തും കണ്ടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കും കണ്ടില്ല. കണ്ടത് ഇവൻ എന്തോ ഡിലീറ്റ് ചെയ്തതാണ്. ഇവള് ചെന്ന് ചോദിച്ചു, എന്താ നീ ഡിലീറ്റ് ചെയ്തതെന്ന്. അപ്പം പറഞ്ഞു, ഏയ് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്ത സംഭവം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അതാണ്, വേറെ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇവള് വിടുമോ? ഇവള് 2ാമതും പിന്നെയും ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് 2ാമത് ഇവളുടെ ടോണൊക്കെ ഒന്ന് മാറി. ഒരുമാതിരി നാഗവല്ലി മലപ്പുറത്തിലെ മൈമുനാൻ്റെ മേത്ത് കയറി, അതെന്താ എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുമായി. ഇവന് നകുലിനെക്കാട്ടിലും കഷ്ടത്തിലെ അവസ്ഥയിലായിരുന്നു ഇവൻ നിൽക്കുന്നത്. ഇവൻ ശരിക്ക് സംഭവം പറഞ്ഞു. ഇവൻ പറഞ്ഞതിന് ശേഷം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നെ ആയിട്ടാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അതല്ല നീ പറഞ്ഞത്, നീ വേറെന്തോ എന്നെ മറച്ചു വെക്കാനാണെന്ന് പറഞ്ഞിട്ട് ബഹളത്തോട് ബഹളം, ബ്ലോക്ക്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു ഉപദേശം, നീ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ളത് ചെയ്തോ, പക്ഷെ ചെയ്യണതിൻ്റെ മുന്നേ സ്ക്രീൻഷോട്ട് അടിക്കണത് നിന്റെ ആരോഗ്യത്തിന് നല്ലതാവും. കാരണം ഇവരൊന്നും നമ്മൾ പറയണതൊന്നും വിശ്വസിക്കില്ല. ഈ ഡിലീറ്റ് ഫോർ എവരി മാത്രമല്ല, ഈ ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കിയിട്ട് മൊബൈൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരന് ഫോർഡ് എൻഡോവറിൻ്റെ വണ്ടിയിൽ കമ്പനി ജോലി കിട്ടിയപ്പോൾ വെറുതെ അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വേറൊരു കൂട്ടുകാരൻ അവനൊരു മെസ്സേജ് അയച്ചു, ക്യാൻ യു പ്ലീസ് സേ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്ന് പറഞ്ഞ് ഇവനൊരു മെസ്സേജ് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചൊരു മറുപടി വിട്ടു, അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി വിട്ടു. അപ്പോൾ ഇവൻ തിരിച്ചു വിളിച്ചു, എന്താടാ ഞാൻ ചോദിക്കുന്നത്? അക്കോർഡിംഗ് ടു ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചത് ഇതാണോ, ഇങ്ങനെയാണോ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവൻ ചോദിച്ചു, നീ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്നാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. ഇവിടെ കിട്ടിയത് 4 അണ്ടർവെയർ എന്നാണ്. അതാണ് പുള്ളി പറഞ്ഞത്, 50 രൂപയ്ക്കും കിട്ടും 150 രൂപയ്ക്കും കിട്ടും എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അവൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇപ്പം നമ്മളെ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആരെങ്കിലും മരിച്ച കൂടെ ഒരു സ്റ്റാറ്റസ് ആവും. അപ്പോൾ ഞാനൊരു ദിവസം ഇവൻ്റെ സ്റ്റാറ്റസ്, ഫീലിംഗ് ലോൺലി, എന്നോട് സംസാരിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ ചോദിച്ചു, അയ്യോ ഇവനെന്താ പറ്റി വെച്ചിട്ട് ഫോൺ എടുത്ത് അവനെ വിളിച്ചപ്പോൾ, അളിയാ ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഗാനമേളയുടെ ഇടയിലാണ്. ഗാനമേളേൻ്റെ ഇടയിലിരിക്കുന്ന ഇവൻ എന്തിനാ ഫീലിംഗ് ലോൺലി എന്നുള്ള സ്റ്റാറ്റസ് ആണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ വാട്സപ്പിലെ വേറൊരു ഗ്രൂപ്പ് എന്നുള്ളത്, വാട്സപ്പ് ഗ്രൂപ്പ്.
എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഉള്ള കുറേ ഗ്രൂപ്പുകളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ്, കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ടൂർ പോകണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പ്, സിനിമ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് ഭയങ്കര ആക്റ്റീവായിരിക്കും, കട്ട എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 2 മെസ്സേജ് വന്നാലായി എന്നുള്ള അവസ്ഥയിലാണ് ഈ സംഭവം. ഇത് നേരെ മറിച്ചാണ് നമ്മളെ ഫാമിലി ഗ്രൂപ്പ്. ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിൽ നിന്ന് ഒരു വലിയ സംഭവം മനസ്സിലായി. നിങ്ങൾ അതേപോലെ തന്നെയാണ് ഫാമിലി ഗ്രൂപ്പിൻ്റെ എൻ്റെയും പ്രശ്നം. ഞാനും എക്സിറ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ പലരും സാജോട്ടനെ കണ്ടറിയാം, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഫുൾ ആക്റ്റീവായിട്ട് കോമഡിയൊക്കെ അടിച്ചിരിക്കുന്ന ആളെ പോലെ ഉണ്ട് അല്ലേ. അപ്പം ഫാമിലി ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6:30 തുടങ്ങും ഗുഡ് മോർണിംഗിൻ്റെ ബഹളം. ഗുഡ് മോർണിംഗ് വിത്ത് ഫ്ലവർ, ഗുഡ് മോർണിംഗ് വിത്ത് ഒരു പ്രാവ്. എനിക്ക് ഇനി മനസ്സിലായില്ല പ്രാവും ഗുഡ് മോർണിംഗ് തമ്മിൽ എന്താണ് ഇത്ര കോമ്പിനേഷൻ എന്നുള്ളത്. അല്ല, വാട്സാപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. വാട്സാപ്പിലെ 2 സ്റ്റിക്കർ താരങ്ങളാണ് ദേ ഇരിക്കുന്നത്, രമേശ് ചേട്ടനും ഷാജൻ ചേട്ടനും. എന്താന്ന് മനസ്സിലായോ? രമേശ് ചേട്ടന്റെ ഇതാണ് എന്റെ ഗുഡ് മോർണിംഗ്. ഞാനിത് എന്നും രാവിലെ എല്ലാവരും അയക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നില്ല ഉണ്ണി, അറിഞ്ഞിരുന്നില്ല. ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഷാജൻ ചേട്ടൻ എന്താണെന്നറിയോ? വെള്ളിമൂങ്ങ. അതുകൊണ്ട് നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? ശരിക്കും ഭയങ്കര പോപ്പുലർ ആണ് അല്ലേ? പക്ഷെ അവനോട് ആ സ്റ്റിക്കറിന്റെ കാര്യം പറയണ്ട. അവനോട് നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോ ഷാജൻ ചേട്ടന്റെ പുക വിട്ട് നോക്കിട്ട് നീ എന്ത് തേങ്ങയാടാ. വാട്സപ്പിൽ അതേമാതിരി തന്നെയാണ് ഗുഡ് മോർണിംഗ് വരുന്നത്. ഈ ഗുഡ് മോർണിംഗ് വരുന്ന സ്റ്റൈലാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ആ സമയത്താണ് എഴുന്നേൽക്കുക, വേറെ ഒന്നും പറയാനില്ല. ഈ സമയത്താവും ഒരു ഓടി വന്നിട്ട് എൻ്റെ അമ്മാവനാണ് വോയിസ് മെസ്സേജ്, നീ ഇപ്പോഴാണോ അവിടെ എഴുന്നേറ്റ്, നിനക്ക് പണിക്കൊന്നും പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് വളരെ ഉപദേശം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ട് കാലത്തൊക്കെ ഉപദേശം കേൾക്കണമെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലായിരുന്നു കേൾക്കുന്നത്. ഇപ്പോൾ നേരെ ഡിജിറ്റൽ ഉപദേശമായി. അതായത് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ DP ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വരും, എന്താണ് അതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഒരു മനുഷ്യകോലത്തിലൊക്കെ നടന്നൂടെ. ഈ മുടി വളർത്തിയ കുറ്റം പറയുന്ന ഈ അമ്മാവൻ്റെ പഴയകാല ഫോട്ടോ എടുത്താൽ മനസ്സിലാവും ഹിപ്പി സ്റ്റൈലിലാണ് മുടി ഇരിക്കുന്നത്. നല്ല ആളല്ലേ എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ വരുന്നത്. മാത്രമല്ല ചിലർ നമുക്ക് ഒന്നും പറയാനില്ലാത്ത ഫോട്ടോയൊക്കെ വാട്സാപ്പിൽ ഇട്ടിട്ട് ഇതിൻ്റെ റിപ്ലൈ ചെയ്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങുന്നേ. നമ്മൾ എന്ത് പറയാനാ? എബ്രഹാം ലിങ്കൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിന് റിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പരമാവധി രക്ഷപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരുടെയും ജീവനും സ്വത്തിനും വളരെ വിലപ്പെട്ടതായിരിക്കും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്. രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രസാദത്തിൻ്റെ ഫോട്ടോ, ചന്ദനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടും. ഇത് തൊട്ട് ഞെക്കി തൊടാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് എന്തിനാണ് ഈ പ്രസനം എന്നുള്ളത് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഉത്സവം നടക്കുമ്പോൾ ഒരു ചേച്ചി വാഴയിലും പിടിച്ചോണ്ടിരുന്നപ്പോൾ വേറൊരു ചേച്ചി വന്ന് ഇങ്ങനെ നെറ്റി തൊട്ട് നോക്കിയപ്പോൾ ഇവർ മുളക് ബജ്ജി മേടിച്ചോണ്ട് വരുമോ വാഴയില. അതിന്റെ ചട്നിയാണ്, നല്ല ചന്ദനം തൊട്ട് മുളക് ബജ്ജിയുടെ ചട്നി അരിച്ചിരി തൊട്ടിട്ട് പറഞ്ഞ ആ വഴി അങ്ങോട്ട് പോയി. പിന്നെ വേറെ കുറേ അമ്മായിമാരുണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള കല്യാണത്തിന് ഏത് സാരി എടുക്കണം എന്നറിയാത്തതുകൊണ്ട് ഒരു 2, 3, 4, 5, 6 സാരിയുടെ ഫോട്ടോ കട്ടകട്ടകട്ടയെന്നാണ് അയച്ചു കൊടുത്തിട്ട് നാത്തുമാരോട് പറയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ഈ നാത്തുമാരെ സെലക്ട് ചെയ്ത ഒന്നും ആയിരിക്കില്ല ഈ ആൻറ്റി എടുത്തിട്ട് ഇട്ടുകൊണ്ട് പോകണം. എന്നിട്ട് എന്തിനാ അയക്കണത്? തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് താഴെ എന്ന പുള്ളിക്ക് തേങ്ങ മൂത്തോ നോക്കാൻ മെസ്സേജ് അയച്ചു വെച്ചിരിക്കുന്ന ഒരു പുള്ളി. മുതലാളി എടാ അത് മൂത്തതാണോടാ ആദ്യം വെച്ചപ്പോൾ തേങ്ങയുടെ ക്ലോസപ്പ് എടുത്ത് താഴത്തേക്ക് വെച്ച് മൂത്ത് പറിച്ചോ എന്ന് പറഞ്ഞ് ഇവിടെ നേരെ അപ്പം തന്നെ അയച്ചു കൊടുക്കും. അത്ര ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു അമ്മാവനുണ്ട്, എൻ്റെ തന്നെ ആളുടെ ഭയങ്കര ഗൗരവമുള്ള ഒരു അമ്മാവനാണ്. പേര് കേട്ട ഗൗരവം ഉണ്ടാവില്ല, ശങ്കുണ്ണി മാമൻ. മൂപ്പരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് സെൻഡ് ചെയ്യണമെന്നൊക്കെ ഫേക്ക് ന്യൂസുകളായിരിക്കും. ഈ അടുത്ത് നമ്മളൊരു ഫേക്ക് ന്യൂസ് കേട്ടതാണ്, ഒരു പാക്കറ്റ് ജ്യൂസുകൾ ഒന്നും കുടിക്കരുത്, അതിൽ നമ്മളെ HIV ബാധിച്ച ഒരാളുടെ രക്തം കലർന്നിട്ടുണ്ടെന്ന്. സംഭവം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഈ ജ്യൂസ് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ജ്യൂസ് ഫാക്ടറിയിലെ മാങ്ങ പിഴിയണ സമയത്ത് അണ്ടി അതിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആളെ പിരിച്ചു. ഈ കാരണം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഇറക്കിയിട്ട് ഇത് ആരും കുടിക്കരുതെന്ന് പറഞ്ഞത്. തനിക്കും കിട്ടിയില്ല, എന്നാൽ ആ കമ്പനി വളരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് ഇറക്കിയത്. അതല്ലാതെ തന്നെ എൻ്റെ കസിനുണ്ടായ ഒരു സംഭവമാണിത്. മൂപ്പര് ചെറിയ ചെറുപ്പത്തിൽ ഒന്ന് വീട് വിട്ടൊന്ന് പോയതാണ്. അപ്പോൾ ഈ അമ്മാവൻ ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആണ്ട് വിളിച്ചു, കാണുവാനില്ല ഈ കുട്ടീനെ കണ്ടിട്ടുന്നവർ ഈ അഡ്രസ്സിൽ അയക്കുക എന്ന് പറഞ്ഞിട്ട് അയച്ചു. ഇതങ്ങോട്ട് സ്പ്രെഡായി എല്ലായിടത്തും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഈ സംഭവം. ഇപ്പോൾ ഈ ചെക്കൻ 2ാമത്തെ ദിവസം ഇവൻ കസിൻ തിരിച്ചു വന്നു. പക്ഷേ ഈ ന്യൂസ് എപ്പോഴും ഇങ്ങനെ റൊട്ടേഷൻ ആയതുകൊണ്ട് ഇവനിപ്പോൾ സ്കൂളിൽ പോയാലും അവിടുന്ന് പിടിച്ചിട്ട് അവനെ കൊണ്ടുപോയി വീട്ടിലാക്കുക, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ച് വീട്ടിലാക്കുക. അതുകൊണ്ട് അവൻ താമസിക്കുന്നത് ദുബായിലാണ്. അവിടെ ഇപ്പോൾ അറബി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അവൻ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും തോന്നുന്നു.
അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ നമ്മുടെ വേറൊരു അമ്മാവുണ്ട്. പുള്ളിക്കാരൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സംശയം ചോദിച്ചു, ഈ മറ്റേ അമ്മാവന്റെ പേര് തന്നെ ഈ കഥ വെച്ചാൽ എന്നെ കുഴപ്പം? വേറെ അമ്മാവന്റെ പേര് എന്തിനാ പറയുന്നത്? പുള്ളിക്ക് ഓരോ കഥയ്ക്ക് ഓരോ അമ്മാവൻ, 9 അമ്മാവൻ കഴിഞ്ഞിപ്പം. അത് എനിക്ക് മൊത്തത്തിലൊരു 11 അമ്മാവന്മാരുണ്ട്. ആഹാ, അപ്പൊ ഓരോ അമ്മാവന്മാരെയും 11 കഥയുണ്ട് നിന്റെ കയ്യിൽ, അതാണ് 11 അമ്മാവൻ. അപ്പൊ ഈ അമ്മാവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മാവൻ ഭയങ്കര കോമഡി, ഒരു ഫണ്ണി അമ്മാണ്. പിഷാരി ചേട്ടൻ്റെ ഒക്കെ പോലെ നല്ല കോമഡിയൊക്കെ അടിക്കും. നല്ലത് എന്നില്ല, ചിലപ്പോൾ ചളിയും അടിക്കാറുണ്ട്. അപ്പോൾ മൂപ്പര് ഈ അടുത്ത്, അപ്പൊ ഇത് പാരമ്പര്യമാണ്. അപ്പോൾ മൂപ്പരുടെ പ്രത്യേകത പറഞ്ഞാൽ, മൂപ്പര് വാട്സപ്പിൽ പഴയകാല കോമഡികളാണ് അയക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. ആനയും ഉറുമ്പും ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഉറുമ്പിനെ കാണാതെ അപ്പോൾ ആന കുറേ സ്ഥലത്ത് ഇറങ്ങി നടന്ന് അവസാനം അമ്പലത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അമ്പലത്തിൽ ഉറുമ്പിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു എന്ന് ആന പറയുന്നിടത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അമ്മാവൻ നിർത്തി. നിങ്ങൾ ഉത്തരം പറയാം. ഷാജു ചേട്ടനാണെങ്കിൽ എന്ത് ഉത്തരം പറയും? ചെരുപ്പ് അമ്പലത്തിന് മുമ്പിൽ കടന്നു. അമ്മാവൻ്റെ അതേ ലെവൽ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് ഗ്രൂപ്പിൽ വരുന്ന കയ്യടിയും ചിരിയും ഇമോജികളൊക്കെ കണ്ണിന്ന് വെള്ളം വരുന്ന ഇമോജിയൊക്കെ, ഇതൊക്കെ പാടെ നിറഞ്ഞിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ വേറൊരുത്തൻ്റെ വോയിസ് മെസ്സേജ്, അത് ഈ അമ്മാവൻ്റെ മകൻ്റെയാണ്. അച്ഛാ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഈ കോമഡിക്കൊക്കെ ഇവൻ ചിരിക്കണമെങ്കിൽ, സാധാരണ ഞാനൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചളി എന്ന് പറയുന്ന ഇവൻ ഈ കോമഡിക്കൊക്കെ ചിരിക്കണമെങ്കിൽ ഞാൻ ചോദിച്ചു എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിൻ്റെ അച്ഛനോടൊന്ന് നിർത്താൻ പറയും, ഇങ്ങനത്തെ കോമഡി ഒന്നും അടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല അച്ഛൻ ഈ കോമഡിക്കൊന്ന് അച്ഛനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണ്, കാരണം അടുത്ത മാസം എനിക്കൊരു iPhone 12 മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അച്ഛനെ മാനസികമായി തളർക്കണ്ട എന്ന് കരുതിയിട്ട് നല്ല സപ്പോർട്ട് ചെയ്താണെന്ന് പറഞ്ഞു. എനിക്കിതൊന്നും അറിയാത്ത ധർമ്മജൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞാനും അവനും മാത്രമേ ഉള്ളൂ. അവന് നേരിട്ട് അയച്ചാൽ പോയി. 2 പേരും ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഞാനും അവനും മാത്രമേ ഉള്ളൂ. വേറൊരുത്തനുണ്ടായിരുന്നു പണ്ടായ കാലത്ത്, അവൻ SMS ഉള്ള കാലത്ത് SMS അയച്ചിട്ട് അത് കിട്ടിയോ എന്ന് എന്നെ വിളിച്ചു ചോദിക്കുമായിരുന്നു. ഒരുത്തനുമായിട്ട് ഞാനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു സിനിമാ നടിയുടെ നമ്പർ എടുത്തിട്ട് ആ നടിയെ വിളിച്ചു. അപ്പോൾ അത് ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അവനുമായിട്ടൊരു ചെറിയ പിണക്കം ഭാവിച്ചു. അവനെ അങ്ങനെ ഇച്ചിരി ഒന്ന് അകത്തി നിർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഇവന് ഞാൻ വിളിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ, ഇവൻ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഹലോ തിരക്കിലാണോ നോക്കിയപ്പോൾ ഞാൻ പറയാം തിരക്കില്ല, പിന്നെ വിളിക്കാം, ഓക്കെ പിന്നെ വിളിക്കാം എന്ന് പറയും. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഹലോ തിരക്കിലാണോ, അതല്ല തിരക്കില്ല, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ഇത് ഏകദേശം 5 വർഷത്തോളം മാസം 2 തവണ ഹലോ തിരക്കിലാണോ, ആ തിരക്കില്ല പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞ് പുറത്തു, എന്തിനാണ് നമ്മൾ ഒരാളോട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത്, അടുത്ത തവണ വിളിക്കുമ്പോൾ മിണ്ടിയേക്കാം എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് പിവൻ വിളിച്ചു, എന്നോട് ചോദിച്ചു ഹലോ തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ല പറ പിവൻ, ഞാൻ ഇച്ചിരി തിരക്കില്ല പിന്നെ വിളിക്കാം. കാരണം ഇവന്റെ 5 വർഷമായിട്ട് മറ്റേതിന് ട്യൂൺ ചെയ്ത് കിടക്കും, പെട്ടെന്നൊന്നും പറയാനില്ല, അവന്റെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു iPhone 12 കഥയെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, ഒരു 2 ചിരിക്ക് iPhone 12 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ഉള്ള കാര്യമാണ്. ഒരാളോട് ചോദിച്ചു ഇത് ഫോണിന് എന്നാ വില എന്ന് ചോദിച്ചു, 1.25 ലക്ഷം എന്ന് പറഞ്ഞു. അതന്നെ 1.25 ലക്ഷം. ഞാൻ പറഞ്ഞു ഇത് ആപ്പിളിന്റെയാ. അതിന് പുള്ളി പറയാ എനിക്ക് 2 കുരു തരുമോ കിളിപ്പിക്കാനാണ്. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി 12 കിട്ടണമെന്നല്ലേ. അപ്പോൾ നീയും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യും, നിനക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നല്ല ട്രീറ്റ് തരാൻ തന്നു. പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാനും അവിടെ പോയിട്ട് ആ അമ്മാവ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോഴാണ് മിക്കവാറും വല്ല ഫോർവേഡ് മെസ്സേജ് ആയിരിക്കും. ശങ്കുണ്ണി മാമൻ ആഡഡ് ഇൻ ഫാമിലി ഗ്രൂപ്പ്, ഇങ്ങേര് പിന്നെയും ലെഫ്റ്റ്. എന്തിനാ കൈയടിച്ചത്? എന്തിനാ കൈയടിച്ച? തിരക്കിടില്ലാത്ത തമാശകളായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് കൈയടിച്ചത്. ഇപ്പൊ കാണിച്ച തമാശ. എടാ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം എന്നോട് പറയാ, ഈ കാരണന്മാരുടെ അമ്മമാരുടെ മേത്ത് കയറിയിട്ടുള്ള തമാശ ഒന്നും കളിക്കണ്ട കേട്ടാ. നീയൊക്കെ ജനിക്കണേന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഉപയോഗിച്ച ആളാ ഞാൻ, അറിയോ? വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഉപയോഗിച്ചോ? ആ, ഇവൻ ജനിക്കണേന് മുമ്പോ? ഇവൻ ജനിക്കണേന് മുമ്പ്. ആ, നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത് അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. അമ്മാവനാരെ വിളിച്ച് പരിപാടി എൻ്റെ മാത്രല്ലായിരുന്നു. നീ എന്നെ കളിയാക്കിയത് ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇല്ലാന്ന് പറയല്ലേ മോനെ, അങ്ങനെ സംസാരിക്കില്ല. കാരണന്മാരുടെ മുഖത്തൊക്കെ അങ്ങനെ സംസാരിക്കരുത് കേട്ടാ. ഇവിടുത്തെ അവതാരകൻ ഈ പരിപാടിടാ. അവതാരകൻ വന്നിട്ട്
എന്താ പ്രശ്നം എന്താണ്? ഇവിടെ ഇങ്ങനെയുള്ള പരിപാടി അമ്മമാരെ എന്നെ പോലുള്ള ആൾക്കാരെ കളിയാക്കുന്ന കോമഡിയാണ് ഇവിടെ കാണിക്കേണ്ടത്. പുള്ളി പെർഫോം ചെയ്തതല്ലേ, അതിനിപ്പോ എന്താ തെറ്റ്? അല്ല അമ്മ അതൊരു തമാശയായിട്ട് കണ്ടാ പോരെ? തമാശയായിട്ട് കണ്ടാ പോരെ? അങ്ങനെ പാടില്ല അത്. ആണോ? ഞാൻ ഈ ഫ്ലോറിൽ മൊത്തം നടക്കുമ്പോ എന്നെ വെച്ചിട്ട് എന്നെ മനപ്പുറം ഇത് ആരോ കരുതി കൂട്ടിയൊക്കെ ചെയ്യിക്കണേണ്. ഇതൊക്കെ ആരൊക്കെ എനിക്കറിയാം. അമ്മാവനെ സോറി കേട്ടോ, അമ്മാവൻ ഇതൊക്കെ പല കൈമടക്ക് കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കണേണ്. അവള് ശ്രദ്ധിച്ചാ മതി. മാമ പാവം വിട്ടേക്ക്, ക്ഷമിക്ക്, പുള്ളി പെർഫോം ചെയ്തതാ. സോറി ഒന്നും പറയണ്ട, സോറി ഒന്നും വിട്ടോ, മുമ്പ് വിട്ടോ, പൊക്കോ. എടാ ഈ മൈക്കിന് ഞാൻ വന്നെടുത്ത് തന്നെ എടുത്തുകൊണ്ട് പോയാൽ